നമസ്തേ. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ലോകം കാത്തിരിക്കുന്ന ജനവിധി. അമേരിക്കയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് ആദ്യം ആരംഭിച്ചത് ന്യൂയോർക്ക് അടക്കമുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. നിർണായകമായ സ്വിംഗ് സ്റ്റേറ്റുകളിൽ ജോ ബൈഡന് മുൻതൂക്കമെന്ന സർവേകൾ സൂചിപ്പിക്കുന്നു. ഇലക്ട്രൽ വോട്ടുകൾ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങളുമായി നോർത്ത് കരോലിനയിൽ നിന്നും സിജി വൈലോപ്പള്ളിയും മിസൂറിൽ നിന്നും അമൃതയും ചേരുന്നു. ആദ്യം സിജി വൈലോപ്പള്ളിയിലേക്ക് പോകുന്നു. സിജി, എങ്ങനെയാണ് ഇപ്പോൾ നോർത്ത് കരോലിനയുടെ ഒരു അവസ്ഥ? എങ്ങനെയാണ് വോട്ടെടുപ്പ്? എങ്ങനെ പുരോഗമിക്കുന്നു? പൊതുവെ റിപ്പബ്ലിക്കൻ പാർട്ടിയെയാണോ അതോ ഡെമോക്രാറ്റിക് പാർട്ടിയെയാണോ ഈ സ്റ്റേറ്റ് പിന്തുണയ്ക്കുന്നത്? നോർത്ത് കരോലിനയിൽ വളരെ ആവേശപൂർവ്വമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ നിൽക്കുന്ന കാഴ്ച എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാം. പ്രധാനപ്പെട്ട സ്വിംഗ് സ്റ്റേറ്റുകളിൽ ഒന്നാണ് നോർത്ത് കരോലൈന. ഇവിടെ 15 ഇലക്ട്രോറൽ വോട്ടുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് നിർണയത്തിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്ന സംസ്ഥാനമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു. 1971 മുതൽ റിപ്പബ്ലിക്കൻ ആധിപത്യമുള്ള ഒരു സംസ്ഥാനമായിരുന്നുവെങ്കിലും 2008 ബരാക് ഒബാമയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നോർത്ത് കരോലൈനക്കാർ ജയിപ്പിച്ചു എന്നതിനാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തി പ്രഭാവത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ് നോർത്ത് കരോലൈനയിലുള്ളവർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു സംസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് ദിശയിലേക്കും ചായാവുന്ന സ്വിംഗ് സ്റ്റേറ്റ് ആയി ഇതിനെ കണക്കാക്കുന്നത്. എന്തായാലും ഇനി കാത്തിരിപ്പിന്റെ കുറച്ച് മണിക്കൂറുകൾ തന്നെ കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. ഇനി കാത്തിരുന്ന് കാണാം ഇവിടെ എന്താണ് ജനവിധി എന്നുള്ളത്. ശരി, ഇനി മിസൂറിലേക്ക് പോകുന്നു. അവിടെ അമൃതയുണ്ട്. അമൃത, മിസൂറിനെ എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്? ഒരു സ്വിംഗ് സ്റ്റേറ്റ് എന്ന രീതിയിൽ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മുൻതൂക്കമാർക്കായിരിക്കും? അമേരിക്കയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് മിസോറി. മിസോറിയിലെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ 70 ലക്ഷമാണ്. ഇവരിൽ 40 ലക്ഷം പേർ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തവരാണ്, അതായത് വോട്ടവകാശമുള്ളവരാണ്. ഇവരിൽ 15 ലക്ഷം പേർ തപാൽ വഴി വോട്ടിങ്ങിലൂടെ അവരുടെ വോട്ടിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടി വോട്ടിംഗ് ബൂത്തുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വൈകുന്നേരം 7 മണി വരെ വോട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് രാവിലെ 6 മണിക്ക് വോട്ടിംഗ് ബൂത്തുകൾ തുറന്നപ്പോൾ ഇവിടെ 4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു കൊടും തണുപ്പ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഈ തണുപ്പ് കാലത്തും നീണ്ട ഒരു വരി തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മാസ്ക് ധരിച്ചും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചും കൊണ്ടാണ് വോട്ടിംഗ് നടക്കുന്നത്. അതുപോലെ തിരഞ്ഞെടുപ്പ് ദിവസമാണെങ്കിലും ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളും ഓഫീസുകളും എല്ലാം ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ജോലിക്ക് പോകുന്നവരെയാണ് വോട്ടിങ്ങിനായി ഇന്ന് കാണാൻ സാധിച്ചത്. ഞാൻ സംസാരിച്ചവരിൽ പലരും ടീച്ചർമാർ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അതുപോലെ തന്നെ മെക്കാനിക്കുകൾ, ബാങ്ക് ജീവനക്കാർ എന്നിവരെ ആണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ 538 ഇലക്ടോറൽ വോട്ടിൽ 10 ഇലക്ടോറൽ വോട്ടുകളാണ് മിസോറിക്കുള്ളത്. കഴിഞ്ഞ തവണ പ്രസിഡന്റ് ട്രംപിനെ പിന്തുണച്ച ഒരു സംസ്ഥാനമാണ് മിസോറി സംസ്ഥാനം. കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ എന്നും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് മിസോറി. ഇപ്രാവശ്യവും പ്രസിഡന്റ് ട്രംപിന് തന്നെ മിസോറി സംസ്ഥാനം പോകുമോ എന്ന് കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ഇപ്പോൾ സമയം ഇവിടെ 10:45, അതായത് വോട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതെല്ലാമാണ് ഇവിടുത്തെ വോട്ടിംഗ് വിശേഷങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി പിന്നീട് ചേരാം. ശരി അമൃത. നോർത്ത് കരോലിനയിൽ നിന്നും സിജി വൈലോപ്പള്ളിയാണ് വിവരങ്ങൾ നൽകിയത്. മിസൂറിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അമൃതയാണ്. വോട്ടെടുപ്പ് അവിടെ ഇപ്പോഴും വളരെ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ഇരുവരും റിപ്പോർട്ട് ചെയ്യുന്നത്. 20 ഇലക്ട്രൽ വോട്ടുകളുള്ള പെൻസിൽവാനിയയിൽ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. 1% താഴെ വോട്ട് വ്യത്യാസത്തിലാണ് ട്രംപ് 2016 പെൻസിൽവാനിയ പിടിച്ചത്. പെൻസിൽവാനിയയിൽ നിന്നും മിനി നയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശക്തമായ പോരാട്ടം നടക്കുന്ന പെൻസിൽവേനിയയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും മത്സരിക്കുന്ന രംഗമാണ് പോളിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ ദൃശ്യമാകുന്നത്. കലാപ സാധ്യതയുള്ള ഒരു പ്രദേശമായി കരുതപ്പെടുന്ന പെൻസിൽവേനിയയിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളും മുൻകരുതലുകളുമാണ് സമാധാനപരമായ പോളിംഗ് നടത്താനായി ഒരുക്കിയിരിക്കുന്നത്.
പോളിംഗിന് ശേഷം 5 ദിവസത്തേക്ക് പോലീസിന് അവധി നൽകുകയില്ല എന്നുൾപ്പെടെയുള്ള ഉത്തരവുകൾ പല കൗണ്ടികളും പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. 82% മെയിൽ ഇൻ വോട്ടുകൾ ഡെമോക്രാറ്റിക് പക്ഷത്തു നിന്നും 70% മെയിൽ ഇൻ വോട്ടുകൾ റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്നും ഓൾറെഡി തിരിച്ചെത്തിയ സാഹചര്യത്തിൽ നേരിട്ടുള്ള വോട്ടിംഗിൽ എങ്ങനെ ലീഡ് നേടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇവിടെ കാണുന്നത്. 1992 മുതൽ നടന്ന ഇലക്ഷനുകളിൽ ഉറച്ച സംസ്ഥാനമായി ഡെമോക്രാറ്റുകളുടെ കൂടെ നിന്ന പെൻസിൽവേനിയയിൽ 2016 നേരിയ ഭൂരിപക്ഷത്തോടെയാണെങ്കിലും അട്ടിമറി വിജയം കരസ്ഥമാക്കിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇവിടെ ഒരു വിജയ തുടർച്ച പ്രസിഡന്റ് പദവിയിലേക്ക് ഉറച്ച കാൽവെപ്പായിട്ടാണ് കരുതുന്നത്. 20 ഇലക്ടറൽ വോട്ടുകൾ ഉള്ള പെൻസിൽവാനിയയിൽ വോട്ടിംഗ് കഴിഞ്ഞ് ഫലം പുറത്തുവരാൻ ഒരാഴ്ചയെങ്കിലും സമയം വേണ്ടിവരും എന്ന മുന്നറിയിപ്പ് സമ്മിശ്ര വികാരത്തോടെയാണ് ഇരു പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത്. വേണ്ടി വന്നാൽ കോടതിയിൽ പോകാനും മടിയില്ല എന്ന നിലപാടിലാണ് ട്രംപ് പക്ഷം. സർവേ ഫലങ്ങൾ ബൈഡന് 5% ലീഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നെയ്റ്റ് സിൽവറെ പോലുള്ള പോളിംഗ് വിദഗ്ധർ സോളിഡ് ബട്ട് നോട്ട് സ്പെക്ടാക്കുലർ എന്നാണ് ഈ ലീഡിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബൈഡന് ഇവിടെ തോറ്റാൽ പ്രസിഡന്റ് പദവിയിലേക്ക് മറ്റൊരു സുരക്ഷിത പാതയില്ലെന്ന് കരുതപ്പെടുന്നു. അനിശ്ചിതത്വങ്ങളുടെ ഒരു പകൽ കൂടി ഉണർന്നുയരുമ്പോൾ പെൻസിൽവേനിയ ആരെ നോക്കി പുഞ്ചിരിക്കും എന്നറിയാൻ ആകാംക്ഷയുടെ ജനത്തോടൊപ്പം പെൻസിൽവേനിയയിൽ നിന്ന് മിനി നായർ, ജനം അമേരിക്കയ്ക്ക് വേണ്ടി. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തിദുർഗമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒറീഗൺ. 1988 ശേഷം ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒറീഗണിൽ നിന്നും രമേശ് ഓദറ ചേരുന്നു. രമേശ്, ഇത്തവണ എന്തെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ ഒറീഗണിൽ? ഡെമോക്രാറ്റിനെ ചതിക്കാത്ത ഒറീഗൺ ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ നവംബർ 3 പ്രഭാതം പോളിംഗിന് വേണ്ടി സജ്ജമാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കൂടുതലും മെയിൽ ഇൻ വോട്ടിംഗ് ഫേവർ ചെയ്യുന്ന സ്റ്റേറ്റിൽ മന്ദഗതിയിൽ ആരംഭിക്കുന്ന വോട്ടെടുപ്പ് ഉച്ചയോടെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ ജോ ബൈഡന് 7 ഇലക്ടറൽ വോട്ടുകൾ ഉറപ്പിക്കാൻ ഒറീഗൺ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡെമോക്രാറ്റിക് പക്ഷം. സർവേ ഫലങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ പ്രതീക്ഷയിൽ വിള്ളലേൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുമില്ല. കലാപ സാധ്യതകൾ മുന്നിൽ കണ്ട് ഒറീഗൺ ഗവർണർ കെയ്റ്റ് ബ്രൗൺ എമർജൻസി പ്രഖ്യാപിച്ച് നാഷണൽ ഗാർഡുകളെ രംഗത്തിറക്കുന്നു എന്നുള്ളത് കടുത്ത ഒരു ഇലക്ഷൻ ഘട്ടത്തിലൂടെയാണ് അമേരിക്ക ഈ കൊറോണ കാലത്ത് കടന്നു പോകുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒറീഗണിലെ പോർട്ട്ലൻഡിൽ നിന്നും ജനം TV അമേരിക്കയ്ക്ക് വേണ്ടി രമേശ് ഓദറ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് വടക്ക് കിഴക്കൻ അമേരിക്കയിലെ ചെറിയ സംസ്ഥാനമായ കണക്റ്റിക്കട്ടിൽ നിന്നും മഞ്ജു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലുള്ള അമേരിക്കൻ സംസ്ഥാനമാണ് കണക്റ്റിക്കറ്റ്. ഏതാണ്ട് 55 ലക്ഷം ഇന്ത്യൻ രൂപ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായ കണക്റ്റിക്കറ്റിലെ ജനസംഖ്യയുടെ 35% പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസും 33% റോമൻ കാത്തലിക്സുമാണ്. 1% ഹിന്ദുക്കളും 1% ബുദ്ധമതക്കാരും 3% ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ഈ സംസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞ 7 തവണയും വിജയിച്ചത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളാണ്. 2016 ഇലക്ഷനിൽ ഡെമോക്രാറ്റുകൾക്ക് 14% വോട്ടിംഗ് ഭൂരിപക്ഷം ഈ സംസ്ഥാനത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ ആകെയുള്ള 7 ഇലക്ടറൽ കോളേജ് വോട്ടുകൾ നിസ്സംശയം ഉറപ്പിക്കുവാൻ ഹിലറി ക്ലിന്റന് കഴിഞ്ഞു. മറ്റ് പല സംസ്ഥാനങ്ങളെയും കൊറോണയുടെ പശ്ചാത്തലത്തിൽ പോസ്റ്റൽ വോട്ടിംഗ് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കുവാൻ കഴിയാത്തവർക്ക് കണക്റ്റിക്കറ്റിൽ പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കണക്റ്റിക്കറ്റിൽ നാളത്തെ ഏറ്റവും കൂടിയ താപനിലയായ 6 ഡിഗ്രി സെൽഷ്യസിനെയും കൊറോണയുടെ തീർത്തും അവഗണിച്ചുകൊണ്ട് ഇവിടത്തെ പോളിംഗ് ബൂത്തുകളിൽ ജനങ്ങളുടെ നീണ്ട നിര തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. രാത്രി 8 മണിയോടെ വോട്ടിംഗ് അവസാനിക്കുകയും 4-ാം തീയതി പുലർച്ചെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് കണക്റ്റിക്കറ്റിൽ നിന്നും ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഈ ഇലക്ഷൻ ട്രംപിനും ബൈഡനും ഒരുപോലെ നിർണായകമാണ്. കണക്റ്റിക്കറ്റിൽ നിന്നും മഞ്ജു സുരേഷ്. വാഷിംഗ്ടൺ DC-യിൽ നിന്നും മിനി പിള്ള ചേരുന്നു. മിനി, പൊതുവെ അമേരിക്കയിലെ ഇത്തവണത്തെ വോട്ടെടുപ്പ് റെക്കോർഡ് എന്ന രീതിയിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? ഈ ഒരു കൊറോണ പ്രോട്ടോകോളൊന്നും ബാധിക്കാതെ ആൾക്കാരുടെയൊക്കെ വലിയ ക്യൂ ആണോ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ബൂത്തുകളിലും കാണാനാകുന്നത്? നമസ്തേ. അതെ, ഇന്നത്തെ വോട്ടിംഗ് ഇത് കാണുമ്പോൾ നമുക്ക് കൊറോണ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എല്ലാ ബൂത്തുകളിലും അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിലാണ്
മാത്രമല്ല ഇവിടെ ഏർലി വോട്ടിംഗ്, പോസ്റ്റൽ ബാലറ്റ് എല്ലാം, ആബ്സെന്റി വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്കറിയാം നാഷണൽ ലെവലിൽ 100 മില്യൺ കവിഞ്ഞു. അപ്പൊ യൂഷ്വലി ഈ വിർജീനിയ ട്രൈ സ്റ്റേറ്റ് ഏരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മൈഗ്രൻസ്, ഇമിഗ്രൻസ് കൂടുതലുള്ളതാണ്. ഇപ്പോ ലാസ്റ്റ് ടൈം റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ എപ്പോഴും 72 തൊട്ട് ജയിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് പറയാൻ പറ്റുന്നത് പൊതുവെ ഈ ട്രൈ സ്റ്റേറ്റ് ഏരിയയെ പറ്റി പറയാ റിസഷൻ റെസിസ്റ്റന്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ക്ലോസ് ടു DC, പിന്നെ ജോലി എല്ലാം ടെക് വർക്കേഴ്സ്. അതുകൊണ്ട് നമ്മുടെ വോട്ടിംഗ് എങ്ങനെ ചായും എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം മോസ്റ്റ്ലി മൈഗ്രൻസ്, ഇമിഗ്രൻസ് നിറഞ്ഞ സ്ഥലവും പെർസെൻറ്റേജ് ലാസ്റ്റ് ടൈം അത് റിപ്പബ്ലിക്കൻ തുടച്ചെങ്കിലും പൊതുവെ പറയാം വിർജീനിയ ഇസ് എ ബ്ലൂ സ്റ്റേറ്റ് എന്നുള്ള. മിനിപ്പിള്ള, ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത് പൊതുവെ ആർക്കായിരിക്കും മുൻതൂക്കം ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ? പറയാൻ പറ്റില്ല. യങ്ങർ ജനറേഷൻ, അതായത് ഇൻ 20s എല്ലാവരും ഫേവർ ചെയ്യുന്നത് ഡെമോക്രാറ്റ്സിനെയാണ്. ഞാൻ പൊതുവെ ഇന്ന് തന്നെ 20 പേരോട് ഞാൻ ചോദിച്ചു ആർക്കാ വോട്ട് ചെയ്തെന്ന് വെച്ചപ്പോ ബൈഡൻ എന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ മാത്രമല്ല ജനറൽ പോൾസ് ഫേവർ ചെയ്യുന്നതും ബൈഡനെയാണ്. അപ്പൊ എന്താ പറയാൻ പറ്റുകയെന്നറിയില്ല. സ്വിംഗ് സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ ഇത് ബൈഡനെ തുണയ്ക്കുമോ എന്നാണ് വിർജീനിയ ട്രൈ സ്റ്റേറ്റ് ഏരിയ എനിക്ക് തോന്നുന്നത്. കാരണം പൊതുവെയുള്ള റെക്കോർഡ് ഇത് ഒരു സ്വിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു പൊതുവെയുള്ള ജനവികാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബൈഡൻ ആയിട്ടാണ് നിൽക്കുന്നത്. മറിയാം, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് എന്താ സ്ഥിതി എന്നുള്ളത് പറയാൻ പറ്റില്ല. ജനറലി ഇപ്പൊ അത് ബൈഡനാണ് ഫേവർ ചെയ്യണത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ ട്രംപിന് ഇത്തവണ പ്രതികൂലമായി മാറിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ചെറുപ്പക്കാരുടെ ഒരു വലിയ വിഭാഗം ബൈഡന് വോട്ട് നൽകി എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ട്രംപിനെ ബാധിച്ചു എന്ന് മനസ്സിലാക്കേണ്ടി വരും അല്ലേ? അതെ, എല്ലാവരും പറയുന്നത് കൊറോണ മിസ്ഹാൻഡിൽ ചെയ്തു. കൊറോണ എന്നുള്ളത് ലോകമൊട്ടാകെ വന്ന പാൻഡമിക് ആണെങ്കിലും അത് ട്രംപ് അത് വേണ്ട വിധം ഹാൻഡിൽ ചെയ്തില്ല. മാത്രമല്ല ഇന്നലെ തൊട്ട് റാലിയിൽ പറയുന്നുണ്ട് ഡോക്ടർ ഫൗച്ചി, അതായത് അതിന്റെയൊക്കെ ലീഡായിരുന്ന അദ്ദേഹത്തിനെ ഫയർ ചെയ്യുമെന്ന്. അപ്പൊ അതൊരു ഇമ്മച്വർ ആക്ട് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ഇത് കണ്ടു. അതായത് ഹയറിംഗ് ആൻഡ് ഫയറിംഗ് അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ലീഡറാണ് ട്രംപ്. അതും ലാസ്റ്റ് മിനിറ്റില്. പക്ഷെ അത് വിർജീനിയ ഇവിടത്തെ ഒരു ജനറൽ ഒരു കൺസെൻസസ് ആണ് അത്. പക്ഷെ അറിയാലോ, ടെക്സസ് ട്രംപിനെ സ്ഥിരമായി ഫേവർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്. അവർക്ക് നോ മാറ്റർ വാട്ട് അവർക്ക് അത് ട്രംപിനെ തന്നെ അവർ ഫേവർ ചെയ്യും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇമിഗ്രന്റ് പോപ്പുലേഷൻ കൂടുതലുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ് അവര്. ഓൺലി ലുക്കിംഗ് അറ്റ് ദ ഫാക്ട്സ്. അപ്പൊ അവർക്ക് ഇപ്പൊ ട്രംപ് എന്നുള്ളൊരു വ്യക്തി ആരാധന അങ്ങനെയൊന്നുമില്ല. അവർക്ക് കാര്യങ്ങൾ നടന്നില്ല. അപ്പൊ അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ യങ്ങർ ജനറേഷൻ അപ്പൊ കണ്ടിടത്തോളം വെച്ച് ഫുള്ളി യങ്ങർ ജനറേഷൻ ഫുള്ളി. ശരി, എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയാനുണ്ട്. താങ്കളെ വരും ബുള്ളറ്റിനുകളിലും എന്തായാലും താങ്കളിൽ നിന്നും അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. വാഷിംഗ്ടൺ DC-യിൽ നിന്നും മിനി പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ന്യൂയോർക്കിലെ വോട്ടർമാരുടെ പ്രതികരണവുമായി ടൈംസ് സ്ക്വയറിൽ നിന്നും അജീഷ് നായർ ചേരുന്നു. ഇപ്പോൾ ഉള്ളത് ട്രംപ് അനുഭാവിയും അദ്ദേഹത്തിൻ്റെ പ്രചരണാർത്ഥം അക്ഷീണമായി ന്യൂയോർക്ക് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാന്യദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ. ഹൈ സർ, ഹൗ ആർ യു? I'm very good, thank you. It seems like you are a very strong Trump supporter, and what do you anticipate regarding this election and what is your thoughts? Trump is going to win by a landslide. Trump is going to get over 25% of the black population for the first time in American Republican history. Everybody loves Trump. There's a silent majority. We've all heard that before. The Indians love Trump for their reason. The South Koreans love Trump because he's fighting North Korea. We love America. We love the fact that he's keeping regulations down and making American businesses competitive in America. We're building a border wall which is going to protect everyone in America, which makes America strong, and America protects freedom all over the world. I mean, America has to be strong. You can't take all the eggs from the golden goose.
The golden goose has to be strong, and Trump represents that. He represents making America strong, making America great again. Thank you very much. Thank you. Well, thank you. Hi, how are you? Very well, thank you. So, It's a beautiful day. yes, it's a beautiful day. So, what do you think about the U.S. presidential election? What are you up to? I think, it's an opportunity to set the country back on a more healthy footing, bring people back together again. I think we need to be rid of President Trump because he's such a divisive figure. Okay. Thank you very much. Thank you for sharing this info. Thank you. Hi, how are you? Good, thanks. How are you? I'm good. So, which country you are originally from? I'm originally from Dublin in Ireland. So, you know that the U.S. election going on here, and what is your thoughts and feelings about American presidential election? Well, I've been living in America for 6 years, so I was here when Trump was elected. I can't vote because I'm a green card holder. I wish I could, because if I could vote this time, I would vote Biden every time. I don't necessarily think he is the strongest candidate for the Democratic Party, but I think he's a good person. Thank you. Have a good day. Thank you. Hi, guys. How are you? You are just hanging in? Yeah. So, what do you think about the U.S. presidential election this time? I feel like Biden's probably going to win because a lot of people are voting for him, and Trump is not really in anybody's favor right now. What do you think, sir? I think the same thing. I think people are going to vote more for Biden other than Trump because he's the lesser of the two evils. Have you voted this time? No, not yet. I'm deciding to, though. And no, because I'm too young to vote right now. So can you tell me just one or two reasons you strongly feel like Biden is going to win? I feel like Biden's going to win mainly because most of the Spanish community and most of the black community are voting for him majority-wise, because Trump is mainly deporting the Hispanic community, so he doesn't really have their vote. And he's also discriminating against the blacks, so that's not really in his favor either. I think the same thing, and I also think that Biden will provide more for the blacks and Hispanics other than Trump, because Trump doesn't really like those type of people. He's more towards the white side of people. Thank you very much. Thank you. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ്. ജോ ബൈഡനെയും കമല ഹാരിസിനെയും സപ്പോർട്ട് ചെയ്യുന്നവരോടൊപ്പം തന്നെ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോൾ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇലക്ഷൻ്റെ റിസൾട്ട് വരുവാൻ വേണ്ടി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും വളരെ ഉദ്വേഗജനകമായ ഒരു മുഹൂർത്തത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഏർലി വോട്ടിങ്ങിൽ കൂടെയും വോട്ടിംഗ് ശതമാനം വളരെയധികം വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ചിത്രം വോട്ടെണ്ണൽ തുടങ്ങുന്നതിനോടുകൂടി നമുക്ക് ഏറെക്കുറെ ഒരു ചിത്രം നമുക്ക് ലഭ്യമാകും. ആദ്യമായി വോട്ടെണ്ണി തുടങ്ങുക ഈസ്റ്റേൺ മേഖലയിലുള്ള ന്യൂയോർക്ക് മേഖലയും അതുപോലെ തന്നെ ന്യൂജേഴ്സി, പെൻസിൽവേനിയ, കണഡിക്കറ്റ് എന്ന് തുടങ്ങി ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ സൈഡിലുള്ള മേഖലകളിലാണ് ആദ്യമായി വോട്ടെണ്ണി തുടങ്ങുക. ഏകദേശം 7 മണിയോടുകൂടി അമേരിക്കൻ സമയം, ഈസ്റ്റേൺ സമയം 7 മണിയോടുകൂടി വോട്ടെണ്ണൽ തുടങ്ങും. അതിനുശേഷം മിഡ് വെസ്റ്റ് മേഖലയിലും അതിനുശേഷം ഏറെക്കുറെ കാലിഫോർണിയ മേഖല അഥവാ വെസ്റ്റ് മേഖല പസഫിക് സൈഡിലുള്ള വോട്ടെണ്ണലാണ് ഏറ്റവും അവസാനമായി ആരംഭിക്കുക. വോട്ടെണ്ണൽ ഏത് സമയത്ത് തുടങ്ങിയാൽ തന്നെയും ഇത് ഒരു അവസാന റിസൾട്ടിലോട്ട് വരാൻ ഒരുപക്ഷെ ദിവസങ്ങളോളം തന്നെ കാത്തിരിക്കേണ്ടി വരും എന്ന ഒരു സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഏറ്റവും അടുത്ത് തന്നെ ഇലക്ഷൻ റിസൾട്ട് വരാനും അമേരിക്കയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രസിഡന്റ് ഇവിടെ തിരഞ്ഞെടുക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജനം അമേരിക്കയ്ക്ക് വേണ്ടി ന്യൂയോർക്കിൽ നിന്നും അജീഷ് നായർ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ശക്തമായ പിന്തുണയുള്ള സംസ്ഥാനമാണ് ഇന്ത്യാന. ഇന്ത്യാനയിൽ നിന്നും അനുശ്രീജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 ഇലക്ഷനുകളിലും റിപ്പബ്ലിക്കൻസിനെ തുണച്ച റെഡ് സ്റ്റേറ്റ് ഇൻ മിഡ് വെസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യാന ഇത്തവണ ആരോടൊപ്പം എന്ന ആകാംക്ഷയിലാണ് അമേരിക്കൻ സമൂഹം. 11 ഇലക്ടറൽ വോട്ടുകളാണ് ഈ സംസ്ഥാനത്തുള്ളത്. 2016 ഏകദേശം 20% വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ട്രംപ് ഇവിടെ നേടിയത്. എന്നാൽ കൊറോണ ദുരന്തം ഈ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമോ എന്ന് ഏതാനും മണിക്കൂറുകൾക്കകം വ്യക്തമാകും. രാവിലെ 6 തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് പോളിംഗ് അവസാനിക്കുന്ന ഇവിടെ ഇതുവരെ ഏകദേശം 12 ലക്ഷം വോട്ടുകൾ ഇൻ പേഴ്സൺ ഏർലി വോട്ട്സായും 5 ലക്ഷത്തോളം വോട്ടുകൾ മെയിൽ ഇൻ ബാലറ്റ്സുകളായും രേഖപ്പെടുത്തി കഴിഞ്ഞു. 2016 വോട്ട് ചെയ്തതിന്റെ ഏകദേശം 60% വരും ഇത്. ഇന്ത്യാനയിൽ നിന്നും ജനം TV അമേരിക്കയ്ക്ക് വേണ്ടി അനുശ്രീ ജിജിത്ത്. ഹൂസ്റ്റണിൽ നിന്നും സുബിൻ സി ബാലകൃഷ്ണൻ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമ്പരാഗതമായി റൂബി റെഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ടെക്സാസ്
ഇത്തവണ ആർക്കൊപ്പം എന്നറിയാൻ എല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 57.3% ആളുകൾ സമ്മതിദാനാവകാശം ഉപയോഗിച്ചു കഴിഞ്ഞെങ്കിലും ഇന്ന് രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര തന്നെയാണ് കാണപ്പെടുന്നത്. ഈ വർഷം യുവതലമുറ കൂടുതലായി ബൈഡൻ പക്ഷത്തെ അനുകൂലിക്കുന്നത് ട്രംപ് ക്യാമ്പിൽ ചെറിയൊരു ആശങ്കയ്ക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. ടെക്സാസിൽ നിന്നും ജനം ടിവിക്ക് വേണ്ടി സുബിൻ സി ബാലകൃഷ്ണൻ. ന്യൂ ഹാംഷെയറിൽ നിന്നും ആര്യ ദീപക് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കാണാം. മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ന്യൂ ഹാംഷെയറിലും കനത്ത പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ ആളുകളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏർലി ഇൻ പേഴ്സൺ വോട്ടിംഗ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ന്യൂ ഹാംഷെയർ എന്നതുകൊണ്ട് തന്നെയാവണം പോളിംഗ് ബൂത്തിൽ ഇത്രയും നീണ്ട ക്യൂ ദൃശ്യമാകുന്നത്. എന്നാൽ പകുതിയിലധികം വോട്ടർമാരും ഏതാണ്ട് 52% പേർ ഇതിനോടകം തന്നെ അവരുടെ സമ്മതിദാനാവകാശം ഏർലി മെയിൽ ഇൻ ബാലറ്റ് സംവിധാനം ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചുറ്റുമുള്ള സംസ്ഥാനങ്ങളെല്ലാം ബ്ലൂ സ്റ്റേറ്റായി അറിയപ്പെടുമ്പോഴും വോട്ടർമാരുടെ സ്വതന്ത്ര സ്വഭാവം മൂലം പലപ്പോഴും ആർക്കും മേൽക്കൈ അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ചെറു സംസ്ഥാനമാണ് ന്യൂ ഹാംഷെയർ. അതുപോലെ തന്നെ ഇവിടെ ആകെ 4 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ മാത്രമാണുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്വിംഗ് സ്റ്റേറ്റ് അഥവാ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നതും. കഴിഞ്ഞ കുറച്ചു തെരഞ്ഞെടുപ്പുകളിലായി വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ഡെമോക്രാറ്റിക് പാർട്ടിയോട് അനുഭാവം പുലർത്തി വരുന്ന ന്യൂ ഹാംഷെയറിൽ ഇത്തവണയും എക്സിറ്റ് പോൾ പ്രകാരം ബൈഡന് തന്നെയാണ് മുൻതൂക്കം. എന്നാൽ കഴിഞ്ഞ തവണ ഹിലാരി ക്ലിന്റന് ഏതാണ്ട് 1% താഴെ മാത്രം ഭൂരിപക്ഷമാണ് ലഭിച്ചതെന്ന വസ്തുതയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതീക്ഷ കൊടുക്കുന്നത്. ന്യൂ ഹാംഷെയറിൽ നിന്നും ജനം ടിവി അമേരിക്കയ്ക്ക് വേണ്ടി ആര്യ ദീപക്. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. ഫാസ്റ്റ് ന്യൂസിന് ശേഷം വീണ്ടും തുടരും. നമസ്തേ.